പള്ളിക്കൂടത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നാൾ ഞങ്ങൾ വീഡിയോ ഒക്കെ ചെയ്യാതെ ഉണ്ടായിരുന്നു. ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് ഞങ്ങളുടെ വീഡിയോ ചെയ്യാൻ പറ്റാതായിപ്പോയി. അപ്പോൾ ആദ്യം ഞങ്ങൾ അതിനുവേണ്ടി നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പോൾ ക്രിസ്മസ് ഒക്കെയാണ് വരാൻ പോകുന്നത്. ക്രിസ്മസ് ആണ് വരുന്നത്. അപ്പം ഡെക്കറേഷൻ ചെയ്യുക, അത് വളരെ ഭംഗിയായിട്ട് രൂപകൽപ്പന ചെയ്യുക, ലൈറ്റുകൾ മിന്നിക്കുക, ഫ്ലാഷ് ചെയ്യിക്കുക, ഇങ്ങനത്തുള്ള ഒരുപാട് സംഭവങ്ങൾ ചെയ്യണം. ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണ് എല്ലാവരും. അപ്പം കൂടുതലും ഇങ്ങനെയുള്ള ദീപാലങ്കാരങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. പക്ഷേ മലയാളികൾ നമ്മളെപ്പോഴും ആഘോഷങ്ങൾ വളരെ കാര്യമായിട്ട് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ അലങ്കാരങ്ങൾ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ LED ബൾബുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. 100 വാട്ടിൻ്റെ ബൾബുകളൊന്നും ഉപയോഗിക്കരുത്. 100 വാട്ട് 60 വാട്ട് ബൾബുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് ഇലക്ട്രിസിറ്റി നമുക്ക് വേസ്റ്റാണ്. അപ്പോൾ കൂടുതലും LED 1 വാട്ട്, ഹാഫ് വാട്ട് അങ്ങനെയുള്ള LEDകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് ഇലക്ട്രിസിറ്റി നമുക്ക് ലാഭിക്കാൻ പറ്റും. അപ്പം ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള 3 ട്രിക്കുകളാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെ മിന്നിക്കുന്നു, എങ്ങനെ ഫ്ലാഷ് ചെയ്യിക്കുന്നു എന്നുള്ള 3 സിമ്പിൾ ട്രിക്കുകളാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേറെ ഒന്നും പറയാനില്ല, നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മൾ 5 LED ബൾബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, പിങ്ക്. റെഡ് ആരും ശരിക്കും വേണ്ടത്, കുഴപ്പമില്ല. പിങ്ക് എനിക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ലൈറ്റുകളാണ് മിന്നിക്കാൻ വേണ്ടി പോകുന്നത്. ഫ്ലാഷായിട്ട് ഇത് ഈ ചെറിയ ലൈറ്റ് മിന്നുന്ന പോലെ നമുക്കിത് മിന്നിക്കണം. അപ്പം അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ ഭാഗമാണ് ഇതിൻ്റെ കോമൺ ന്യൂട്രൽ. ഇത് ഫേസ്, ഇപ്പുറത്തെ ഫേസ്, ഇത് കോമൺ ന്യൂട്രാണ്. അപ്പോൾ ഇതിലാണ് നമുക്ക് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത് കണക്ട് ചെയ്യേണ്ടത് എങ്ങനെ കാണിച്ചു തരാം. ഇതെല്ലാ ലൈറ്റിൻ്റെയും കോമൺ ന്യൂട്രാണ്. ഇതൊക്കെ നമ്മൾ ലിങ്ക് ചെയ്യാൻ പോവാണ്. ഇതാണ് കോമൺ ന്യൂട്രൽ. ഇതിലിപ്പോൾ 2 ചാനലാണ് ഔട്ട്പുട്ട് പോകുന്നത്. പക്ഷേ നമുക്കിവിടെ 5 ലൈറ്റുകളുണ്ട്. അപ്പം അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മിക്സ്ഡായിട്ട് സെറ്റ് ചെയ്താൽ മതി. ഇത് രണ്ടാമത്തെ ഔട്ട്പുട്ടാണ്. ഇതൊന്ന് അടച്ചു വെക്കാം, ഇത് സേഫ് ആക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ലൈറ്റുകൾ മിന്നുന്നുണ്ട്. ഇത് 2 ബിറ്റ് സ്റ്റാർട്ടറാണ്. ഇത് ഇലക്ട്രിക് ഷോപ്പിൽ കിട്ടും. ലൈറ്റിൻ്റെ എല്ലാ ഈടും സ്റ്റാർട്ടറിൻ്റെ ഒരറ്റത്തും ആദ്യം ഫേസ്, പിന്നെ ന്യൂട്രെല്ലാം കോമൺ ആക്കി കൊടുത്തിട്ടുണ്ട്, ലിങ്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറണ്ടിൽ കൊടുക്കാം. ഇത് 12 വോൾട്ട് DC റിലേ ആണ്. ഇതിൻ്റെ കൂടെ ഒരു RGB LED വേണം. ഈ LED ഇങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. റിലേയുടെ 3 പിന്ന്, സാധാരണ 2 പിന്ന് ഇവിടെ 2 സൈഡിൽ. അതിൽ ആദ്യത്തെ പിന്നിൽ RGB LEDയുടെ പ്ലസ് കൊടുത്തിരിക്കുന്നു. ഇത് മൈനസ് ഭാഗമാണ്. ഇതിന് എക്സ്ട്രാ പവർ വേണ്ടി വരും, എങ്കിലേ ഈ ലൈറ്റ് മിന്നിക്കാൻ പറ്റുള്ളൂ. ഈ 2 ഭാഗങ്ങളാണ് ലൈറ്റിലേക്ക് പോകുന്ന ഔട്ട്പുട്ട്. അത് നമുക്ക് കണക്ട് ചെയ്യാം ആദ്യം. ഇതെല്ലാം കോമൺ ന്യൂട്രാണ്. ഇവിടെ ന്യൂട്രൽ കണക്ട് ചെയ്തു. ഇത് ഫേസ് ഇൻപുട്ട്, റിലേയുടെ സെൻറ്റർ ഭാഗത്ത് കൊടുക്കുകയാണ്. ഇത് 12 വോൾട്ട് DC ഇൻപുട്ടാണ്. നമുക്ക് ചെക്ക് ചെയ്യാം.
16 വോൾട്ട് കാണിക്കുന്നുണ്ട്. ലോഡ് ചെയ്യുമ്പോൾ 12 വോൾട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് കണക്ട് ചെയ്യാം RGB LED-ക്ക്. ഈ ഭാഗമാണ് പ്ലസ് പോയിൻ്റ്, ഈ ഭാഗം മൈനസ് പോയിൻ്റ്. ഇപ്പം LED വർക്കാകുന്നുണ്ട്. ഇപ്പോൾ LED വർക്കാകുന്നുണ്ട്. കൂടെ റിലേയുടെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാം. റിലേ നമ്മൾ ഇതിൻ്റെ AC ഇൻപുട്ട് കൊടുക്കാൻ പോവുകയാണ്. AC ആയതുകൊണ്ട് സൂക്ഷിക്കണം. ഇപ്പോൾ ബൾബ് പിന്നുന്നത് കാണാം നിങ്ങൾക്ക്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടില്ലേ? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കുട്ടികൾ ഇത് ചെയ്യുമ്പോൾ കറണ്ടാണ്, അതുകൊണ്ട് മുതിർന്നവരുടെ ആരുടെയെങ്കിലും മേൽനോട്ടത്തിൽ മാത്രം ഇത് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം ഉണ്ടാകുന്ന എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങളോ ഞങ്ങളുടെ ചാനലോ ഇതിന് ഉത്തരവാദികളായിരിക്കില്ല. അപ്പോൾ ക്രിസ്മസ് ഒക്കെയാണ് വരാൻ പോകുന്നത്. എല്ലാവർക്കും ഒരു ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഈ വർഷം എല്ലാവർക്കും നല്ലൊരു പുതുവർഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.